I'm Ennemcien. Scattering of light. Scattering is the bouncing off light from tiny particles such as molecules or other material particles. ഏതെങ്കിലും ഈ ഗ്യാസ് മോളിക്യൂളിലോ പൊടിപടലങ്ങളിലോ ഒക്കെ തട്ടി ലൈറ്റ് ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുന്നതിനായി സ്കാറ്ററിങ്, അതിന് പ്രത്യേക പല റാൻഡം ഡയറക്ഷനിൽ റിഫ്ലക്റ്റ് ചെയ്ത് വരത്തുള്ളൂ. പല ഡയറക്ഷനിലോട്ടാണ് റിഫ്ലക്റ്റ് ചെയ്ത് വരുന്നത്. അതുകൊണ്ട് സ്കാറ്ററിങ്ങിനൊരു യൂണിഫോമിറ്റി ഇല്ല, എല്ലാ ഡയറക്ഷനിലും സ്കാറ്റർ ചെയ്ത്. കാരണം ഇൻസിഡൻറ്റ് ലൈറ്റ് പല പല പാർട്ടുകളിൽ പല രീതിയിൽ ചെന്ന് വീഴുകയും സ്കാറ്റർ ചെയ്ത് പല ഡയറക്ഷനിലേക്ക് വരും. അപ്പോൾ ഇതങ്ങ് സ്പ്രെഡ് ചെയ്യും. രണ്ട് തരം സ്കാറ്ററിങ് ഉണ്ട്. ഒന്ന് കൊഹിയറൻ്റ് സ്കാറ്ററിങ് എന്ന് പറയും. ദി അതർ ഈസ് ഇൻകൊഹിയറൻ്റ് സ്കാറ്ററിങ്. കൊഹിയറൻ്റ് സ്കാറ്ററിങ് എന്ന് പറയുമ്പോൾ ടോട്ടൽ എനർജി ഓർ ഫ്രീക്വൻസി ഓഫ് ദി റേഡിയേഷൻ, ഇലക്ട്രോമാഗ്നറ്റിക് വേവ് വിൽ നോട്ട് ചേഞ്ച്. സ്കാറ്ററിങ്ങിന് മുമ്പും സ്കാറ്ററിങ് കഴിഞ്ഞും വേവ് ലെങ്തിന് മാറ്റമില്ല എങ്കിൽ അത്തരം സ്കാറ്ററിങ് ആണ് കൊഹിയറൻ്റ് സ്കാറ്ററിങ് എന്ന് പറയുന്നത്. അതിന് ടിപ്പിക്കൽ എക്സാമ്പിളാണ് റെയ്ലീഗ് സ്കാറ്ററിങ്, RAYLEIGH, റെയ്ലീഗ് സ്കാറ്ററിങ്. മറ്റൊരെണ്ണമാണ് ഇൻകൊഹിയറൻ്റ് സ്കാറ്ററിങ്. അവിടെ സ്കാറ്ററിങ് നടന്നു കഴിയുമ്പോൾ ലൈറ്റിൻ്റെ ഫ്രീക്വൻസിക്ക് വ്യത്യാസം വരും. ഒന്നുകിൽ ഹയർ ഫ്രീക്വൻസി സ്കാറ്ററിങ്ങിന് ശേഷം പുറത്തു വരും, അല്ലെ ലോ ഫ്രീക്വൻസി ഇൻസിഡൻറ്റ് ലൈറ്റിൻ്റെ ഫ്രീക്വൻസിയൊക്കെ കുറഞ്ഞ ഫ്രീക്വൻസിയിലുള്ള റേഡിയേഷൻ പുറത്തു വരും. അതാണ് ഇൻകൊഹിയറൻറ്റ് സ്കാറ്ററിങ്. രാമൻ എഫക്റ്റ് ഇൻകൊഹിയറൻറ്റ് സ്കാറ്ററിങ്ങിന് എക്സാമ്പിളാണ്. ഒരു മോണോക്രോമാറ്റിക് ലൈറ്റ് ചില ലിക്വിഡ്സിൽ കൂടെ കടത്തി വിട്ട് കഴിഞ്ഞാൽ ഈ ലിക്വിഡ് മോളിക്യൂൾസിൽ തട്ടി സ്കാറ്റർ ചെയ്തിട്ട് പുറത്ത് വരുമ്പം ഒരു മോണോക്രോമാറ്റിക് ലൈറ്റാണ് വീഴുന്നതെങ്കിലും പുറത്ത് വരുന്നത് അതിനേക്കാൾ കൂടിയ ഫ്രീക്വൻസിയിലും കുറഞ്ഞ ഫ്രീക്വൻസിയിലും ഒക്കെയുള്ള റേഡിയേഷൻസ് പുറത്ത് വരും. രാമൻ എഫക്റ്റ്. അപ്പോൾ അത് ഇൻകൊഹിയറൻറ്റ് സ്കാറ്ററിങ്ങിന് എക്സാമ്പിളാണ്. ഇതിൽ തന്നെ റെയ്ലീഗ് സ്കാറ്ററിങ് അല്ലെ കൊഹിയറൻറ്റ് സ്കാറ്ററിങ്, റെയ്ലീഗ് സ്കാറ്ററിങ് പ്രത്യേകത പറയാനുള്ളത് അത് ഈ ഗ്യാസ് മോളിക്യൂൾസിൽ തട്ടി ഉണ്ടാവുന്ന സ്കാറ്ററിങ്ങാണ്. ഡസ്റ്റ് ഫ്രീ എയർ, ഡസ്റ്റ് ഫ്രീ ഗ്യാസസ്, അങ്ങനെയുള്ള ഗ്യാസിൽ കൂടെ ലൈറ്റ് കടത്തി വിടുമ്പോൾ ഉണ്ടാകുന്ന സ്കാറ്ററിങ് ആണ് റെയ്ലീഗ് സ്കാറ്ററിങ്. അത് കൊഹിയറൻറ്റ് സ്കാറ്ററിങ്ങിൽ പെട്ടതാണ്. അതുകൊണ്ട് ഇതിനെ മോളിക്കുലാർ സ്കാറ്ററിങ് എന്നും പറയും. ഇതിൻ്റെ ഒരു പ്രത്യേകത, മോളിക്കുലാർ സ്കാറ്ററിങ് നടക്കണമെങ്കിൽ ഈ സ്കാറ്ററർ അല്ലെങ്കിൽ മോളിക്യൂൾസിൻ്റെ സൈസ് സ്കാറ്റർ ചെയ്യപ്പെടുന്ന ലൈറ്റിൻ്റെ വേവ് ലെങ്തിൻ്റെ 1/10 ഓർഡറിലായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നടക്കുന്നതാണ് ഈ റെയ്ലീഗ് സ്കാറ്ററിങ് എന്ന് പറയുക. ഇനി നമുക്ക് ചില കാര്യങ്ങൾ ഈ റെയ്ലീഗ് സ്കാറ്ററിങ്ങിൻ്റെ ഒരു പ്രത്യേകത, ബ്ലൂ ഓഫ് ദി സ്കൈ ഒക്കെ അതിന് എക്സാമ്പിളാണ്. റെഡ് സൺസെറ്റ്, റെഡ് സൺറൈസ്, ഇതൊക്കെ അതിന് എക്സാമ്പിളാണ്. ഇവിടെ ഒരു പ്രത്യേകത ഉള്ളത്, ഇൻറ്റൻസിറ്റി ഓഫ് ദി സ്കാറ്റേർഡ് ലൈറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 4th പവർ ഓഫ് വേവ് ലെങ്ത്. സ്കാറ്റർ ചെയ്യുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി ആ ലൈറ്റിൻ്റെ വേവ് ലെങ്തിൻ്റെ 4th പവറിന് ഇൻവേഴ്സ് പ്രൊപ്പോർഷണാലിറ്റിയിലാണ്. എന്ന് പറഞ്ഞാൽ ലോങ്ങർ വേവ് ലെങ്ത് കുറച്ച് മാത്രമേ സ്കാറ്റർ ചെയ്യൂ, ഷോർട്ടർ വേവ് ലെങ്ത് കൂടുതൽ സ്കാറ്റർ ചെയ്യും. അപ്പോൾ ചെറിയൊരു ചോദ്യം, ഹൗ മച്ച് മോർ റെയ്ലീഗ് സ്കാറ്റർ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ 587 nanometer light than by 760 nanometer light. തീർച്ചയായിട്ടും 587 നാനോമീറ്ററും 760 നാനോമീറ്ററും എടുത്തു കഴിഞ്ഞാൽ
587 ആണ് കൂടുതൽ സ്കാറ്റർ ചെയ്യപ്പെടുക, വേവ് ലെങ്ത് കുറവായുണ്ട്. അപ്പോൾ ഈ പ്രോബ്ലം ലൈറ്റ് പ്രോബ്ലം. ഇൻറ്റൻസിറ്റി ഓഫ് സ്കാറ്റേർഡ് റേഡിയേഷൻ I is proportional to 1 by lambda raised to 4. അപ്പോൾ I1 584-ൻ്റെ സ്കാറ്റേർഡ് ഇൻറ്റൻസിറ്റി I1 ഈക്വൽസ് പ്രൊപ്പോർഷൻ വരുമ്പോൾ കോൺസ്റ്റൻറ്റ് K ബൈ ലാംഡ റേസ് ടു 4. ഇത് നാനോമീറ്റർ തന്നെ ഇട്ടാൽ മതി, റേഷ്യോ കാണാനുള്ളതായിട്ട് രണ്ടും നാനോമീറ്ററിൽ ഇട്ടാൽ മതി. അപ്പോൾ 587 റേസ് ടു 4. ഇൻറ്റൻസിറ്റി ഓഫ് ദി സെക്കൻഡ് റേഡിയേഷൻ സ്കാറ്റർ ആഫ്റ്റർ സ്കാറ്ററിങ് I2 ഈക്വൽസ് K ബൈ K by 760 raised to 4. Therefore, ഇത് നമ്മളുള്ള റേഷ്യോ വെച്ചിരിക്കുന്ന I1 by I2 is 760 raised to 4 by 587 raised to 4. That is about 2.8. ഇതാണ് ആൻസർ. അതിപ്പോൾ എൻട്രൻസിലൊക്കെ ആണെങ്കിൽ ഈ 760 എന്നൊക്കെ ഉള്ളത് നിയർലി 7.5 എന്നെടുക്കാം. മറ്റേ 5.87 എന്നുള്ള 6 എന്ന് എടുത്തുകൊണ്ട് എളുപ്പം ചെയ്തിട്ട് കീ നോക്കി നിയറസ്റ്റ് ആൻസർ നമുക്ക് എടുക്കാം. അനദർ വൺ. വേവ് ലെങ്ത് ഓഫ് ബ്ലൂ ഈസ് ഓഫ് ദി ഓർഡർ ഓഫ് 4000 ആങ്സ്ട്രം യൂണിറ്റ് ആൻഡ് ദാറ്റ് ഓഫ് റെഡ് ഈസ് ഓഫ് ദി ഓർഡർ ഓഫ് 6000 ആങ്സ്ട്രം യൂണിറ്റ്. What is the ratio of intensity of blue to intensity of red as a result of atmospheric scattering? Same thing. I blue is proportional to 1 by lambda raised to 4. 4000 angstrom unit. അപ്പോൾ 4000 യൂണിറ്റ് മാറ്റണ്ട, 4000 raised to 4. I read 1 by 6000 raised to 4. Therefore, I blue by I red equals 6 into 10 raised to 4. 8000 under the ratio എടുക്കുമ്പോൾ 1000 factor. Or 6 raised to 4 by 4 raised to 4. Or that is 3 by 2 raised to 4. Or 81 by 16. 81 by 16. That is nearly 5:1. Okay. Another one. For every 200 waves of red light scattered by air, how many waves of orange light will be scattered? Assume lambda red equals 7000 angstrom unit and lambda orange 6000 angstrom units. അതായത് റെഡിൻ്റെ 200 വേവ്സ് സ്കാറ്റർ ചെയ്യുന്ന സ്ഥാനത്ത് ഓറഞ്ചിൻ്റെ എത്ര വേവ്സ് സ്കാറ്റർ ചെയ്യും അണ്ടർ സിമിലർ കണ്ടീഷൻസ്? ഇതാണ് ചോദ്യം. തീർച്ചയായിട്ടും നമ്പർ ഓഫ് വേവ്സ് എന്ന് പറയുന്നത് ഇൻറ്റൻസിറ്റിയായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് കണ്ടല്ലോ, ഇൻറ്റൻസിറ്റി ഈസ് റിലേറ്റഡ് വിത്ത് നമ്പർ ഓഫ് ഫോട്ടോൺസ് എന്ന് പറഞ്ഞാൽ വേവ് തിയറിക്കകത്ത് ഇൻറ്റൻസിറ്റി ഓഫ് എ വേവ് ഈസ് റിലേറ്റഡ് വിത്ത് നമ്പർ ഓഫ് വേവ്സ്. അപ്പോൾ N ഈസ് പ്രൊപ്പോർഷൻ ടു I എന്ന് പറയാം. നമ്പർ കൂടുന്തോറും ഇൻറ്റൻസിറ്റിയും കൂടും. കൂടുതൽ വേവ്സ് വരിക എന്ന് പറയുമ്പോൾ ഇൻറ്റൻസിറ്റി കൂടുക എന്നർത്ഥം. ബട്ട് ഇൻറ്റൻസിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു 1 by lambda raised to 4. ചുരുക്കത്തിൽ N ഈസ് പ്രൊപ്പോർഷണൽ ടു 1 by lambda raised to 4 എന്ന് പറയാം. Or N into lambda raised to 4 is a constant because conditions are similar. That means N orange into lambda orange raised to 4 equals N red into lambda red raised to 4. N red തന്നിട്ടുണ്ട് 200 തന്നിട്ടുണ്ട്. Therefore, number of orange waves NO equals NR into lambda R raised to 4 by lambda orange raised to 4. That is 200 and red into 7000 6000 പറഞ്ഞിരിക്കുന്നത് 1000 കാണാം വെട്ടി പോകുമല്ലോ. പോയിട്ട് 7 raised to 4 by 6 raised to 4. ആൻസർ ഈസ് 370 എന്ന് വരും. 370 വേവ്സ്. അത് കൂടുതൽ എണ്ണം സ്കാറ്റർ ചെയ്യപ്പെടും. അതർ വൺ.
at noon, you cannot look directly at the sun, but you can look at sky. Why? നട്ടുച്ചയ്ക്ക് സൂര്യനിലോട്ട് നേരിട്ട് നമുക്ക് നോക്കാൻ പറ്റില്ല, പക്ഷെ ചുറ്റുമുള്ള ആകാശത്തോട്ട് നോക്കാം. കണ്ണിന് ഗ്ലെയർ അടിക്കും നേരിട്ട് സൂര്യനോട്ട് നോക്കിയാൽ, കണ്ണിന് അഞ്ചിപ്പും. പക്ഷേ സ്കൈയിലോട്ട് നോക്കാം ആ സമയത്ത്. ഇതിന് കാരണം സ്കാറ്റേഡ്, നേരിട്ട് നമ്മൾ സൂര്യനിലോട്ട് നോക്കുമ്പോൾ സൂര്യനിൽ നിന്നും വരുന്ന ഡയറക്റ്റ് ലൈറ്റാണ് നമ്മുടെ കണ്ണിൽ വീഴുന്നത്. ചുറ്റുപാടുള്ള സ്കൈയിലേക്ക് നോക്കുമ്പോൾ സ്കാറ്റേഡ് ലൈറ്റാണ് നമ്മുടെ കണ്ണിൽ വീഴുന്നത്. സ്കാറ്റേഡ് ലൈറ്റ് എപ്പോഴും പ്ലെയിൻ പോളറൈസ്ഡാണ്. പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് കണ്ണിൽ ഗ്ലെയർ, മറ്റേ ഓർഡിനറി ലൈറ്റാണ് സണ്ണിൽ നിന്ന് വരുന്നത്. സറൗണ്ടിങ് സ്കൈയിൽ നിന്ന് വരുന്നത് സ്കാറ്റേഡ് ലൈറ്റാണ്. സ്കാറ്റേഡ് ലൈറ്റ് പ്ലെയിൻ പോളറൈസ്ഡാണ്. പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിന് ഗ്ലെയർ കുറഞ്ഞിരിക്കും. അങ്ങനെ സാധാരണ കണ്ണുകൊണ്ട് ഇത് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ദിസ് ഈസ് ദ റീസൺ. അപ്പോൾ ലൈറ്റ് ഫ്രം കമ്മിങ് ഡയറക്ട്ലി ഫ്രം സൺ is unpolarized, so it produces glare. On the other hand, light from surrounding sky we receive after scattering, and they are partially plane polarized. They do not produce glare. Another one, sky appears blue. Why? This is due to Rayleigh scattering of sunlight. In sunlight, blue is a sensitive color in the short range region. According to law of Rayleigh scattering law, intensity of scattered light is inversely proportional to fourth power of wavelengths. So wavelength of blue is small compared to other sensitive colors such as like red, etc., green, red, etc. So blue is scattered highly. സ്കാറ്റർ ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് സ്പ്രെഡ് ചെയ്യാന്നേ അർത്ഥമുള്ളൂ. അപ്പോൾ നമ്മളെ കണ്ണിൽ എല്ലാ സൈഡിൽ നിന്നും ഈ ബ്ലൂ തന്നെ വന്ന് വീഴും. ബ്ലൂ അങ്ങ് സ്പ്രെഡ് ചെയ്യുക സ്കാറ്ററിങ്. ഒരു ടാപ്പിൽ നിന്ന് വെള്ളം വരുമ്പം കൈ അങ്ങോട്ട് അത് നൂല് പോലെ വരിക, പക്ഷേ കൈ ചേർത്ത് പിടിച്ച് ചെയ്തങ്ങ് സ്കാറ്റർ ചെയ്തിട്ട് ചെതറും. ഒത്തിരി പ്രദേശത്ത് കാണാൻ സാധിക്കും. അത് തന്നെ ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ബ്ലൂ വേവ് ലെങ്ത് കുറവായതുകൊണ്ട് ഇറ്റ് ഈസ് സ്കാറ്റേഡ് അറ്റ് ഇറ്റ്സ് മാക്സിമം compared to other sensitive colors in the long wavelength region. This is the reason why sky appears blue. Sunset and sunrise are red. Why? At sunset and sunrise, the most highly scattered blue, green, etc. are eliminated because sunlight has to travel longer distance at sunrise and sunset to reach the earth. So these will be eliminated by scattering. Blue, green, etc. will be blue, green, etc. short wavelength colors will be eliminated by scattering. They won't reach the earth. Only longest wavelength color, that is red, will be unaffected practically and they will reach the earth. So sky appears, or sun and surrounding sky appears red at sunset and sunrise. അതായത് യെല്ലോ ഇട്ടാണ് കാണുന്നത്. കുറച്ച് യെല്ലോ, ഈ ബ്ലൂ എലിമിനേറ്റ് ആയിക്കഴിഞ്ഞപ്പോൾ ഒരു യെല്ലോ കളറിനാണ് സാധ്യത, പക്ഷേ അത് റെഡിഷ് ഹ്യൂ ആയിട്ടാണ് നമുക്ക് അനുഭവപ്പെടുക. നിങ്ങളതൊന്നും പറയാൻ പോകണ്ട. നിങ്ങൾ ഇതാ കാര്യം, വേവ് ലെങ്ത് കൂടിയ സെൻസിറ്റീവ് കളർ റെഡാണ്. അത് ദൂരം കൂടുതൽ സൺസെറ്റിൽ ഉച്ച നേരത്തെ അപേക്ഷിച്ച് രാവിലെയും വൈകുന്നേരവും സൺലൈറ്റിന് കൂടുതൽ ദൂരം എയറിൽ കൂടെ സഞ്ചരിക്കേണ്ടതുണ്ട്. അപ്പോൾ ബ്ലൂ സെൻസിറ്റീവ് ഷോർട്ട് വേവ് ലെങ്ത് കളേഴ്സ് സച്ച് ആസ് ബ്ലൂ, green, etc. will be lost or eliminated from the spectrum by scattering. Only red will reach the eye of an observer. Another one. How does the sky appear to a man on a high mountain? വളരെ ഉയരം കൂടിയ ഒരു
പർവ്വതത്തിന് മുകളിൽ നിൽക്കുന്ന ഒരാളിനെ സ്കൈ എങ്ങനെ കാണും? ബ്ലാക്കായിട്ട് കാണും. കാരണം ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ എയറിൻ്റെ പ്രസൻസ് വളരെ കുറവാണ്, ഗ്രൗണ്ട് ലെവലിനെ അപേക്ഷിച്ച്. മൗണ്ടൻ ഏരിയയിലൊക്കെ ഹൈ മൗണ്ടൻ എവറസ്റ്റ് പോയൊക്കെ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് എയറിൻ്റെ പ്രസൻസ് കുറവായതുകൊണ്ട് സ്കാറ്ററിങ് എഫക്റ്റ് കുറയും. സ്കാറ്റർ ചെയ്യുന്നില്ലെങ്കിൽ ഈ നമ്മുടെ ഇത്രയും ദൂരത്ത് നിൽക്കുന്ന സൂര്യനെ ചെറിയ ഡിസ്കായിട്ടാണ് നമ്മൾ കാണുന്നത്. അതിൽ നിന്ന് വരുന്ന ഡയറക്റ്റ് ലൈറ്റ് എങ്ങും ചെതറാതെ നേരിട്ട് കണ്ണി വന്ന് വീഴുമ്പോൾ അത് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ചുറ്റുപാടും കാണണമെന്നുണ്ടെങ്കിൽ ലൈറ്റ് സ്കാറ്റർ ചെയ്ത് നമ്മളെ കാണിച്ചു തരണം. സ്കാറ്ററിങ് നടക്കുന്നില്ല, പിന്നെ എങ്ങനെ സാധിക്കും? അപ്പോൾ സ്കൈ അപ്പിയേഴ്സ് ബ്ലാക്ക്. ഇത് തന്നെയാണ് മൂണിൽ നിന്നുകൊണ്ട് നിരീക്ഷിച്ചാലും കാണുക. മൂണിന് അറ്റ്മോസ്ഫിയർ ഇല്ല, അപ്പോൾ സ്കാറ്ററിങ് ഒട്ടും നടക്കില്ല. അപ്പോൾ മൂണിൻ്റെ സ്കൈ ആയാലും, മൂണിൽ നിന്നുകൊണ്ട് എർത്തിലേക്ക് നോക്കിയാൽ എർത്തിൻ്റെ സ്കൈ ആയാലും അത് ബ്ലാക്കായിട്ട് കാണൂ. അടുത്ത, sometimes when the sun sets, a phenomenon known as green flash is observed. How can it be explained? Green flash. നല്ല ചൂടുള്ള പ്രദേശങ്ങളിൽ അത് കാണുക വല്ലപ്പോഴൊക്കെ. സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത്, അസ്തമനത്തിൻ്റെ അന്ത്യത്തിൽ ചിലപ്പോൾ ഒരു ഗ്രീൻ ഫ്ലാഷായിട്ട് ഞാൻ കാണാം പടിഞ്ഞാറൻ ചക്രവാളം. എന്താ കാര്യം? ഇതിന് കാരണം ഈ സ്ട്രാറ്റിഫൈഡ് എയർ, അതായത് ഡിസ്പേർഷനും സ്കാറ്ററിങ്ങും കൂടുള്ള കമ്പൈൻഡ് എഫക്റ്റിൻ്റെ റിസൾട്ടായി കിട്ടുന്നു. ഗ്രൗണ്ടിനടുത്തുള്ള എയർ ഈ ഹോട്ട് സീസണിൽ വളരെയേറെ ചൂട് പിടിച്ച് പല ടെമ്പറേച്ചറില്ല, പല ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയാണ്. അപ്പോൾ അവിടെ തട്ടി ലൈറ്റ് റിഫ്രാക്റ്റ് ചെയ്യും. പല കളറിനും പല റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അതുകൊണ്ടാണ് അതിൽ ഡിസ്പേർഷൻ നടക്കുന്നത്. അതിൽ ഏറ്റവും കുറച്ച് ഡീവിയേഷൻ നടക്കുന്നത് റെഡിനാണ്. അപ്പോൾ റെഡ് കുറച്ച് നമ്മുടെ കണ്ണിൽ എത്തൂ ഈ പ്രത്യേക സീസണിൽ, ചില പ്രത്യേക സ്ഥലങ്ങളിൽ. അത് ഇവിടെ നിന്ന് അത്ര ദൃശ്യമാവില്ല നമ്മുടെ കേരളത്തിലുമൊക്കെ, ഇന്ത്യ പോലുള്ള പ്രദേശങ്ങളിൽ. ഇതിൽ സൂര്യൻ ഏതാണ്ടങ്ങ് അസ്തമിച്ച് കഴിയുമ്പോൾ പിന്നീടുള്ള ലോങ് വേവ് ലെങ്തിൽ കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്നത് ഗ്രീനാണ്. ബ്ലൂ ഇതുപോലെ സ്കാറ്റേഡായിട്ട് അത് നഷ്ടപ്പെടും. റെഡ് ബെൻഡിങ് കുറഞ്ഞിട്ട് അങ്ങ് പോകും. പോയിട്ട് ഗ്രീൻ, ലീവിങ് ഗ്രീൻ എലോൺ എന്ന് പറയണ്ട എങ്കിലും മോസ്റ്റ് പ്രോമിനൻ്റ്ലി ഗ്രീൻ ആണ് കൂടുതൽ നമ്മുടെ കണ്ണിലേക്ക് വരിക. അതാണ് ഗ്രീൻ ഫ്ലാഷ് എന്ന് പറയുക. അപ്പോൾ ഇത്രയും സംഗതികൾ സ്കാറ്ററിങ് ഓഫ് ലൈറ്റിനെ പറ്റി അറിഞ്ഞിരിക്കുക. താങ്ക് യു.